എന്താ പേര്? മാത്യു. നമ്പർ 8024. നിങ്ങൾക്ക് പോകാം. നിൽക്കൂ, ഒരു കത്തുണ്ട്. പ്രിയപ്പെട്ട എന്റെ അപ്പച്ചനെ വിട്ടയക്കുന്നതിന് മുൻപ് ഈ കത്ത് അവിടെ കിട്ടുമെന്നുള്ള വിശ്വാസത്തിലാണ് ഇതെഴുതുന്നത്. എന്നെ ചന്ദ്രശേഖര മുതലാളി രക്ഷിക്കുമെന്നുള്ള വിശ്വാസത്തിലാണല്ലോ അപ്പച്ചൻ ജയിലിൽ കയറിയത്. പക്ഷേ ആ ദ്രോഹി എന്നെ ചതിച്ചു. ജീവിക്കാൻ വേണ്ടി എനിക്ക് മാനം വിറ്റ് നടക്കേണ്ടി വന്നു. അപ്പച്ചന്റെ മകളാണെന്ന് പറയാനോ അപ്പച്ചനെ കാണാനോ എനിക്കിനി കഴിയില്ല. എനിക്ക് വേണ്ടി അപ്പച്ചൻ അവസാനമായി ഒന്ന് മാത്രം ചെയ്താൽ മതി. അപ്പച്ചൻ കാരണമാണ് ജെയിൻ സാറിന്റെ കുടുംബം തകർന്നത്. വാച്ചർ വേലായുധനെ കൊന്നത് ചന്ദ്രശേഖര മുതലാളിയാണെന്നുള്ള സത്യം അപ്പച്ചൻ എത്രയും വേഗം ബന്ധപ്പെട്ടവർ അറിയിക്കണം. അല്ലെങ്കിൽ അപ്പച്ചൻ കാരണം ഇനിയും പല നിരപരാധികളുടെയും ജീവിതം തകരും. എന്നെക്കുറിച്ച് ഇനി അപ്പച്ചൻ ചിന്തിക്കേണ്ട. ഈ കത്ത് അപ്പച്ചന്റെ കയ്യിൽ കിട്ടുന്നതിന് മുൻപ് ഞാൻ ആത്മഹത്യ ചെയ്തിരിക്കും. അണ്ണ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നീ ഇനി ഒന്നും പറയണ്ട. പാതിരാക്കി വന്നു കയറി അവൾക്ക് സ്വന്തം വീട് പോലെയാണ് ഞാൻ ഇവിടെ ആശ്രയം കൊടുത്തത്. എന്റെ അച്ഛനെ കൊന്ന പരമദ്രോഹിയുടെ ഭാര്യയാണോ അവളെന്ന് എനിക്ക് ഇപ്പൊ തന്നെ അറിയണം. ആരാന്റെ വാക്ക് കേട്ടുകൊണ്ട് നമ്മൾ പ്രതികാരം ചെയ്യുന്ന ഒരു പെണ്ണിനോടല്ല. എടാ, എല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇത്രയും നാൾ ഈ വീട്ടിൽ കഴിഞ്ഞത് ഏറ്റവും വലിയ വഞ്ചനയല്ലേടാ? പക്ഷെ അവളല്ലല്ലോ വേലാഞ്ചേരനെ കൊന്നത്. രാജു ഞാനാണെങ്കിൽ കൊന്നനോടാണ് പകരം ചോദിക്കേണ്ടത്. ഞാൻ അവനെ എന്നെങ്കിലും കണ്ടുപിടിക്കൂടാ. കണ്ടുപിടിക്കാൻ എങ്ങും പോകണമെന്നില്ല. ജയൻ രമീനിസ്റ്റ് എന്തെങ്കിലും ഇവിടെ വരും. അന്ന് നമുക്ക് വേണ്ടത് ചെയ്യാം. നീ ഇവിടെ ഉണ്ടെന്ന് ഇന്നാണ് ഞാൻ അറിഞ്ഞത്. ജയേട്ടാ, നമ്മളിവിടെ നിന്ന് സംസാരിക്കുന്നത് ഏറ്റവും വലിയ അപകടമാണ്. നമുക്ക് എളുപ്പം പോവാം. നിക്കടയോടെ. എടാ, ഞാൻ വാച്ചർ വേലായുധന്റെ മകനാണ്. നീ ജയിൽ ചാടി പുറത്തു വന്നത് എന്റെ കൈ കൊണ്ട് മരിക്കാനാണ്. മരിക്കാൻ എനിക്ക് പേടിയില്ല. പക്ഷെ ഞാൻ പറയുന്നത് കേൾക്കും. നീ പറയുന്നത് ഞാൻ കേൾക്കാൻ. ഇനി നീ എന്നെ അടിക്കരുത്. അടിച്ചാൽ നീ എന്ത് ചെയ്യൂടാ?
രാജു, ജയൻ നിരപരാധിയാണ്. ഇവനോ? അതെ, ഞാൻ എന്റെ മകളെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് നിരപരാധിയായ ജയനെ കൊലയാളിയാക്കിയത്. നിന്റെ അച്ഛനെ കൊന്ന ആരാണെന്ന് ഞാൻ പറയാം. ആരാണ്? ചന്ദ്രശേഖരൻ മുതലാളി. ചന്ദ്രശേഖരൻ മുതലാളി? അതെ, മാത്യു ചേട്ടൻ പറഞ്ഞത് സത്യമാണ്. ഞാൻ കുറ്റക്കാരനല്ല. രാജു എന്നെ വിശ്വസിക്കും. ആ ദ്രോഹിയാണ് മോനെ നിങ്ങളുടെയും എന്റെയും കുടുംബം തകർത്തത്. അവനിപ്പോ എവിടെയുണ്ട്? അവനുള്ള സ്ഥലം എനിക്കറിയാം. എന്താടാ? ജയൻ സാറോ ചേച്ചിയുടെ ചേട്ടന് ഭാരതി മേനോന്റെ വീട്ടിലേക്ക് പോയിരിക്കാം. നിനക്കൊക്കെ ചന്ദ്രശേഖരൻ മുതലാളിയെ കൊല്ലണം അല്ലടാ? എന്താ?